പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഈ വെള്ളിയാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനമായി പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവകൃപാലുമായ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവവചന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തെ ദൈവം നൽകിയിട്ടുണ്ട്. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിന്നെ ക്ലേശിപ്പിക്കുന്ന എവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ഈ നല്ല വചനത്തെ ഓർത്തുന്ന സ്തോത്രം പറയാമോ? ആമേൻ, ഹല്ലേലൂയ. നിന്നെ ക്ലേശിപ്പിക്കുന്നവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ഇത് ദൈവത്തിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. നിനക്ക് വേണ്ടി ചില ഇടങ്ങളിൽ ദൈവാത്മാവ് ഇടപെടാൻ പോവാ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച യോസേപ്പിനോട് ദൈവം ഇടപെട്ടു. ഇന്ന് പകലിൽ ചിലരോട് ദൈവം ഇടപെടാൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും, ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും ചെയ്യും. സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയും ആക്കി തീർക്കുകയും ചെയ്യുന്നൊരു ദൈവം. ഇന്ന് പകലിൽ ഈ വചനം നിന്നോടുള്ള സന്ദേശമായി, നിന്നോടുള്ള ദൈവിക ഇടപെടലായി ദൈവം വെളിപ്പെടുത്തുകയാണ്. നിന്നെ ക്ലേശിപ്പിച്ച ഒരു കൂട്ടമുണ്ടല്ലോ അല്ലേ? ദൈവം അവരോട് ഇടപെടുവാൻ പോവുകയാണ്. ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ ജനം, അവരെ ഫോളോ ചെയ്ത് പിന്തുടർന്ന് വന്ന ഫറവോന്റെ സൈന്യം, ദൈവം അവരോട് ഇടപെട്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ അക്കരെ കടന്നു. എന്നാൽ മിസ്രൈമ്യർ, ആ ഫറവോന്റെ സൈന്യം ചെങ്കടലിൽ മുങ്ങി താഴുവാനിടയായി തീർന്നു. ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. പല വിഷയത്തിന്റെ നടുവിലും നീ മൗനമായിരുന്നില്ലേ? ഇന്ന് പകലിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടാൻ പോവാ. ആമേൻ. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. ഏതൊക്കെയോ ജീവിതത്തിൽ ഇതുവരെയും ശരിയാവണ്ണം കാര്യങ്ങളൊന്നും നടക്കാതെ ആമേൻ മുമ്പോട്ട് പോകുന്ന ചില സാഹചര്യങ്ങൾ, എന്നാൽ ഞാൻ അവരെ രക്ഷിക്കുന്ന ദൈവമെന്ന് വചനം പറയുന്നു. ചിതറിപ്പോയി ഒരിക്കലും മടങ്ങി വരത്തില്ല, ഇനി ഒരിക്കലും വരാൻ സാധ്യതയുമില്ല. പക്ഷെ ദൈവം പറയുന്നു, ചിതറിപ്പോയെന്ന് തോന്നിയതിനെ ദൈവം ശേഖരിക്കാൻ പോവാ. ഒരാമേൻ പറയാമോ? ചിതറിപ്പോയതിനെ ശേഖരിക്കുന്ന ദൈവം, സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയും ആക്കി തീർക്കുന്ന ദൈവം. ദൈവത്തിന്റെ ഒരു പ്രത്യേക വിടുതലിൽ അവൻ നിന്നെയും കണ്ടിരിക്കുകയാ. പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ തന്ന നല്ല വചനത്തിനും നല്ല ആലോചനകൾക്കും നന്ദി പറയുന്നു. ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. അവരുടെ മേൽ ഈ വചനപ്രകാരമുള്ള വിടുതലുകൾ സംഭവിക്കട്ടെ. അവരുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.